കോഴിക്കോട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഗർഭിണിയായ യുവതി മരിച്ചു. 30 വയസ്സുകാരി സോനയാണ് മരിച്ചത്. കോഴിക്കോട് ചെറുവണ്ണൂരിലാണ് സംഭവം. സോനയുടെ ഭർത്താവ് ലാലുവിനെ ഗുരുതര പരിക്കുകളോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, എന്തായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് നിലവിലെ സാഹചര്യം? ഒപ്പം ഈ ഒരു അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് എന്താണ് അറിയാൻ സാധിക്കുന്നത്? ഇവിടെ പേരാമ്പ്ര കക്കറമുക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് വെച്ചാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചത്. ഈ കാറിലുണ്ടായിരുന്നത് പേരാമ്പ്ര സ്വദേശിനിയായിട്ടുള്ള സോനയും സോനയുടെ ഭർത്താവുമായിരുന്നു. ഈ സോന ഗർഭിണിയാണ്. ഈ സോനയെ തൊട്ടടുത്ത ആശുപത്രിയിൽ കാണിച്ചതിന് ശേഷം ഇരുവരും മടങ്ങി വരികയായിരുന്നു. ഈ സമയത്താണ് കാറിന്റെ ഉള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നിമിഷ നേരം കൊണ്ട് തന്നെ ഈ തീ കാറിന് മുകളിലേക്ക് മുഴുവൻ വ്യാപിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് കാർ റോഡ് അരികിൽ തന്നെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രദേശത്ത് ആ സമയത്തുണ്ടായിരുന്ന ആളുകൾക്കൊന്നും കാറിന് പരിസരത്തേക്ക് അടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു. ആ രീതിയിൽ തീ കത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ആദ്യ രക്ഷാപ്രവർത്തനമൊക്കെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തി. അപ്പോഴും ഇവരെ പുറത്തെത്തിക്കാൻ സാധിച്ചിരുന്നില്ല. കാറിന്റെ പിൻസീറ്റിലായിരുന്നു ഈ സോന ഇരുന്നത്. അതിനുശേഷം പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ തീ പൂർണ്ണമായും അണച്ചതിന് ശേഷമാണ് ഇരുവരെയും പുറത്തെടുത്തത്. കാറിന്റെ പിൻസീറ്റിലിരുന്ന സോന ആ സമയത്ത് തന്നെ മരിച്ചിരുന്നു. ഈ മുൻഭാഗത്തുണ്ടായിരുന്ന ഭർത്താവ് ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും എങ്ങനെയാണ് ഈ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. കോഴിക്കോട് മുമ്പ് ഒരിക്കലും ഇങ്ങനെ കാറിന് പലവട്ടം തീ പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കാറിനകത്ത് ഒരു സ്ത്രീ, അതും ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ വെന്തു മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സംഭവ സ്ഥലത്തുണ്ട്, കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഭർത്താവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ 80% ഇയാൾക്കും പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. വിഷ്ണു. ശരി, അനഘയാണ് വിവരങ്ങൾ നൽകിയത്.